കേരളത്തിലെ ബി.ജെ.പിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര തർക്കങ്ങൾ ഇപ്പോൾ നിയന്ത്രണം വിട്ട് തെരുവിലേക്ക് ഒഴുകിയിറങ്ങിയിരിക്കുകയാണ്. വടകരയും വടക്കൻ മലബാറും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകം വെറും ഒരു അധികാര തർക്കമല്ല, മറിച്ച് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒരു ആഭ്യന്തര യുദ്ധമായി മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് ഈ പൊട്ടിത്തെറികൾ ഉണ്ടായതെന്ന് കരുതുന്നവർക്ക് തെറ്റി. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്നു തന്നെ തുടങ്ങിയ അമർഷമാണ് ഇപ്പോൾ പരസ്യമായ കോലം കത്തിക്കലിലും കയ്യാങ്കളിയിലും എത്തി നിൽക്കുന്നത്. മാധ്യമ ശ്രദ്ധ മുഴുവൻ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ തർക്കങ്ങളിലേക്ക് പിന്നാലെ പോയപ്പോൾ ബി.ജെ.പിക്കുള്ളിലെ ഈ വൻ സ്ഫോടനം ആരും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് സത്യം. മലബാറിന്റെ മണ്ണിൽ, പ്രത്യേകിച്ച് വടകര, കുറ്റ്യാടി, നാദാപുരം മേഖലകളിലാണ് ഈ തർക്കം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്. വടകരയിൽ ഇത്തവണ ആഞ്ഞടിച്ച ഷാഫി പറമ്പിൽ തരംഗം ബി.ജെ.പിയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കി. UDF സ്ഥാനാർത്ഥിയുടെ ഈ വിജയ മുന്നേറ്റത്തിൽ ബി.ജെ.പി അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമായി പോയി. ഈ കനത്ത തോൽവിയുടെ ഭാരവും അതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കണമെന്ന തർക്കവുമാണ് ഇപ്പോൾ തെരുവ് യുദ്ധങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ബി.ജെ.പി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണയ്ക്കെതിരെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ പരസ്യമായി വിപ്ലവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറ്റ്യാടി തളീക്കരയിൽ ജില്ലാ പ്രസിഡന്റിന്റെ കോലം കത്തിച്ചാണ് പ്രവർത്തകർ തങ്ങളുടെ രോഷം പ്രകടമാക്കിയത്. പ്രസ്ഥാനത്തിലെ പാഷാണം എന്നും പ്രസ്ഥാനത്തെ രക്ഷിക്കൂ എന്നുമുള്ള അത്യന്തം ഗൗരവകരമായ മുദ്രാവാക്യങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. വടകരയിലും നാദാപുരത്തും ബി.ജെ.പി പ്രവർത്തകർ തെരുവിലിറങ്ങി സ്വന്തം നേതാവിനെതിരെ ആക്രോശിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പി ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രകോപനത്തിന് പിന്നിൽ അച്ചടക്ക നടപടികളിലൂടെ 9ഓളം പ്രമുഖ നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ തീരുമാനമാണ്. വടകരയിൽ വിമതനായി പത്രിക നൽകിയ ശ്യാം രാജ് കുരിയാടി, നാദാപുരത്തെ വിമത സ്ഥാനാർത്ഥി K പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ള 9 പേരെ ജില്ലാ നേതൃത്വം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കിയിരുന്നു. ഇതോടെ പ്രവർത്തകരുടെ ക്ഷമ നശിച്ചു. വടകര അതിഥി മന്ദിരത്തിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി അടയ്ക്ക തെരുവിൽ സമീപിക്കുമ്പോൾ അത് ഔദ്യോഗിക നേതൃത്വത്തോടുള്ള തുറന്ന യുദ്ധ പ്രഖ്യാപനമായി മാറി. സ്ഥാനാർത്ഥി നിർണയം മുതൽ തുടങ്ങിയ പാളിച്ചകളാണ് പാർട്ടിയെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചതെന്ന് വിമത വിഭാഗം ആരോപിക്കുന്നുണ്ട്. അഴിമതി ആരോപണം നേരിടുന്നവരെ സ്ഥാനാർത്ഥികളാക്കി എന്ന ഗുരുതരമായ പരാതിയാണ് സ്വന്തം അണികൾ തന്നെ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കുണ്ടായ വലിയ തിരിച്ചടിക്ക് കാരണം ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. വടകരയിൽ ശ്യാം രാജിന്റെ പത്രിക സാങ്കേതികമായി തള്ളിപ്പോയെങ്കിലും നാദാപുരത്ത് പത്മകുമാർ മത്സര രംഗത്ത് ഉറച്ചു നിന്നത് ഔദ്യോഗിക നേതൃത്വത്തിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരുന്നത്. ഈ തർക്കം വെറുമൊരു മുദ്രാവാക്യം വിളിയിൽ മാത്രം ഒതുങ്ങില്ല എന്നതാണ് ശ്രദ്ധേയം. അടയ്ക്കാത്തെരുവിലെ ബി.ജെ.പി നോർത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിൽ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയുണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സ്വന്തം ഓഫീസിനുള്ളിൽ പോലും നേതാക്കൾക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു കേഡർ പാർട്ടിക്ക് വലിയ നാണക്കേടാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അനുമതിയോടെയാണ് പുറത്താക്കൽ നടപടിയെന്ന് ജില്ലാ നേതൃത്വം വിശദീകരിക്കുമ്പോഴും താഴെത്തട്ടിലെ പ്രവർത്തകർ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ഉണ്ടാക്കിയ ആ വലിയ മുന്നേറ്റം ബി.ജെ.പിയുടെ വോട്ടുകൾ ഗണ്യമായി കുറയാൻ കാരണമായിട്ടുണ്ട്. ഈ വോട്ട് ചോർച്ച മറച്ചുപിടിക്കാനാണ് ഇത്തരം പുറത്താക്കൽ നടപടികളിലൂടെ നേതൃത്വം ശ്രമിക്കുന്നതെന്നാണ് വിമത വിഭാഗത്തിന്റെ വാദം. തങ്ങളെ ഇല്ലാതാക്കാൻ നേതൃത്വം ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് പുറത്താക്കപ്പെട്ടവർ ആവർത്തിച്ചു പറയുന്നുമുണ്ട്. ജില്ലാ പ്രസിഡന്റിനെതിരെ ഇത്രയും വലിയൊരു വികാരം അണികൾക്കിടയിൽ ഉണ്ടായത് ബി.ജെ.പി കേരളത്തിൽ നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. കുറ്റ്യാടി, വടകര, നാദാപുരം മണ്ഡലങ്ങളിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അച്ചടക്ക നടപടികളിലേക്ക് പാർട്ടി നീങ്ങിയാൽ ഈ തെരുവ് യുദ്ധം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്തം പരസ്പരം ചുമത്തിയും അച്ചടക്കത്തിന്റെ പേരിൽ നേതാക്കളെ പുറത്താക്കിയും ബി.ജെ.പി തളരുമ്പോൾ സാധാരണക്കാരായ പ്രവർത്തകർ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ്. വടക്കൻ മലബാറിലെ ബി.ജെ.പിയിലെ ഈ സ്ഫോടനാത്മകമായ അന്തരീക്ഷം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്.